Hello everyone, welcome to Jupod Class 8. It's me Nafi. Yes, എല്ലാവർക്കും മക്കളെ ജൂപ്പോഡ് 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് പല ആളുകൾക്കും ആവശ്യമുള്ള ഒരു സംഭവമാണ് ഒരു സ്റ്റഡി ടൈം ടേബിൾ. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കണം ഏറ്റവും ബെറ്റർ. പക്ഷേ പല കുട്ടികൾക്കും സാറേ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ആക്കി തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി ടൈം ടേബിളാണ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ സാധിക്കും. അതിന് വേണ്ടി നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എടുത്തു തുടങ്ങി എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും എത്രത്തോളം പഠിച്ചു തുടങ്ങി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ സ്റ്റഡി ടൈം ടേബിൾ എന്നെ ഫോളോ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യാം, സ്റ്റഡി ടൈം ടേബിൾ തയ്യാറാക്കാം. ഇത് ഞാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഞാനൊക്കെ പണ്ട് ഫോളോ ചെയ്തിരുന്ന ഒരു സ്റ്റഡി ടൈം ടേബിളാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് കരസ്ഥമാക്കാനാവും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ 4 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യണം, തരംതിരിക്കണം. ഒന്ന് ഈസി, രണ്ടാമത്തത് മീഡിയം, മൂന്നാമത്തത് ടഫ്, നാലാമത്തത് വെരി ടഫ്. ഒരച്ച് കുറഞ്ഞില്ല, നാലാമത്തെ എന്താണ്, വെരി ടഫ്. ഇങ്ങനെ 4 കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ തരംതിരിക്കണം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് ഇപ്പോൾ ചില സബ്ജക്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും എന്തായിരിക്കും, ഈസി ആണെന്ന് വിചാരിക്കുക. സോഷ്യൽ നിങ്ങൾക്ക് മീഡിയം ആണെന്ന് വിചാരിക്കുക. കെമിസ്ട്രി നിങ്ങൾക്ക് ടഫാണെന്ന് വിചാരിക്കുക. മാത്സ് നിങ്ങൾക്ക് വെരി ടഫാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈസിക്ക് 1 നമ്പർ കൊടുക്കുന്നു, മീഡിയത്തിന് 2 നമ്പർ കൊടുക്കുന്നു, ടഫിന് 3 നമ്പർ കൊടുക്കുന്നു, വെരി ടഫിന് 4 എന്ന നമ്പർ കൊടുക്കുന്നു. ഇങ്ങനെ 4 എണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റിന് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈസി, മീഡിയം, ടഫ്, വെരി ടഫ്, ഇങ്ങനെ 4 എണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സബ്ജക്റ്റുകളെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത പരിപാടി, നിങ്ങൾ മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 10:30 എണീക്കണം. 5:30 എണീക്കണം. നിങ്ങൾ ഉറങ്ങുന്ന സമയം രാത്രി 10 മണിയാണ്. ഇനി നിങ്ങൾക്ക് ഈ 5:30 എണീക്കൽ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 6 AM എന്നുള്ള ടൈം ചൂസ് ചെയ്യണം. അതിന് പ്രശ്നം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാം, രാവിലെ 6 മണിയാക്കിയാലും കുഴപ്പമില്ല. എന്തായാലും രാവിലെ 5:30 6 മണിക്ക് നിങ്ങൾ എണീക്കണമെങ്കിൽ രാത്രി എത്ര മണിക്ക് നിങ്ങൾ കിടന്നുറങ്ങണം, 10 മണിക്ക്. നിങ്ങൾ എത്ര മണിക്ക് കിടന്നുറങ്ങണം, 10 മണിക്ക് കിടക്കണം. ഇത് മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കേട്ടോ. രാവിലെ 5:30 6 മണിക്ക് എണീക്കണം, രാത്രി 10 മണിക്ക് ഉറങ്ങും വേണം. ഇനി സാറ്റർഡേ ആൻഡ് സൺഡേ, ശനിയാഴ്ചയും ഞായറാഴ്ച നിങ്ങൾ കുറച്ച് അധിക സമയം ഉറങ്ങിക്കോ. രാവിലെ ഒരു 6:30 വരെ ഉറങ്ങിക്കോ. പക്ഷേ രാത്രി ഉറങ്ങുന്ന സമയം 10 മണിയായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4, ഇങ്ങനെ 4 കാറ്റഗറി ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം മാറ്റണം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പഠിക്കേണ്ടത്, നിങ്ങൾ മൺഡേ എന്ത് ചെയ്യാണ്, രാവിലെ 6 മണി മുതൽ 7 വരെ, നിങ്ങൾ രാവിലെ 6 മണി മുതൽ 7 വരെ നിങ്ങൾ കാറ്റഗറി 2 പഠിക്കുക. ശ്രദ്ധിക്കണേ, മൺഡേ രാവിലെ 6 മണി മുതൽ 7 വരെ കാറ്റഗറി 2 പഠിക്കുക. ആ പഠിച്ച സബ്ജക്റ്റ് രാത്രി 7 മുതൽ 9 വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യാം. രാവിലെ 6 മണി മുതൽ 7 വരെ നിങ്ങൾ കാറ്റഗറി 2 സബ്ജക്റ്റ് പഠിക്കുന്നു. എന്നിട്ട് രാത്രി 7 മണി മുതൽ 9 വരെ സമയത്ത് അത് റിവൈസ് ചെയ്യുന്നു. ആ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ആലോചിക്കുക. ഇനി ട്യൂസ്ഡേ 6 മുതൽ 7 വരെ നിങ്ങൾ കാറ്റഗറി 3 സബ്ജക്റ്റ് പഠിക്കുന്നു. രാത്രി 7 മുതൽ 9 വരെ സമയത്ത് ആ പഠിച്ച സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. ഇനി വെനസ്ഡേ 6 മണി മുതൽ 7 വരെ നിങ്ങൾ കാറ്റഗറി 1 സബ്ജക്റ്റ് പഠിക്കുന്നു. 7 to 9:30 എന്ത് ചെയ്യുക, ആ പഠിച്ച സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി തേഴ്സ്ഡേ 6 മുതൽ 7 വരെ നിങ്ങൾ കാറ്റഗറി 3 സബ്ജക്റ്റ് പഠിക്കുന്നു. 7 to 9:30 എന്ത് ചെയ്യുക, ആ പഠിച്ച സബ്ജക്റ്റ് വീണ്ടും റിവൈസ് ചെയ്യുക. ഫ്രൈഡേ 6 to 7:30 കാറ്റഗറി 2 സബ്ജക്റ്റ് പഠിക്കുന്നു. 7 to 9:30 എന്ത് ചെയ്യുക, പഠിച്ച സബ്ജക്റ്റ് റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാറ്റഗറി, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കാറ്റഗറി 2 2 സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഫിസിക്സും കെമിസ്ട്രിയും. അല്ലെങ്കിൽ കാറ്റഗറി 3 2 സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക, മാത്സും സോഷ്യലും, അല്ലേ? ഇങ്ങനെ 2 സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലേ, മിക്കവാറും എല്ലാ കാറ്റഗറിയിലും എന്തുണ്ടാവും, 1-2 സബ്ജക്റ്റ് ഉണ്ടാവും. ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കും. ഇപ്പോൾ നിങ്ങൾ മൺഡേ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ആണ് നിങ്ങളുടെ കാറ്റഗറി 2 വരുന്നെങ്കിൽ ഫസ്റ്റത്തെ ഒരു 45 മിനിറ്റ് നിങ്ങൾ എന്ത് പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു. അടുത്ത 45 മിനിറ്റ് നിങ്ങൾ എന്ത് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ്. അതായത് ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് അല്ലേ വരിക, 3 സബ്ജക്റ്റ് 2 സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം പഠിക്കാനിരിക്കുമ്പോൾ ആ 2 മണിക്കൂർ മൊത്തം ഒരു വിഷയം പഠിക്കരുത്. ആദ്യം ഒരു വിഷയം പഠിക്കുക, പിന്നെ ഒരു വിഷയം പഠിക്കുക. അതായത് ആദ്യം 45 മിനിറ്റ് ഒരു വിഷയം പഠിക്കുക, അടുത്ത 45 മിനിറ്റ് ഒരു വിഷയം പഠിക്കുക. ഇങ്ങനെ 2 വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇതിനിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്കിൻ്റെ സമയത്ത് നിങ്ങൾ യാതൊരു കാരണവശാലും ഫോൺ എടുക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കുക, വീട്ടിലെ ആളുകളോട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ദിവസം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അതിൽ 1-2 വിഷയങ്ങളുണ്ടാവും. ആ 2 വിഷയങ്ങളെ നിങ്ങൾ ആകെ പഠിക്കാൻ എടുക്കുന്ന സമയത്ത് 2 മുറിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി സാറ്റർഡേ ആൻഡ് സൺഡേ, അന്ന് പൊതുവെ സ്കൂളില്ലാത്ത സമയമാണ്. ഇനി ട്യൂഷനുള്ള ആളുകളാണെങ്കിൽ കൂടി ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കാനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറാവും കേട്ടോ. ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ 10 മണി വരെ കാറ്റഗറി 4, അതായത്
ഏറ്റവും ടഫുള്ള വിഷയം നിങ്ങൾ പഠിക്കണം. 4 മണി മുതൽ 7 മണി വരെ ആ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഞായറാഴ്ചയും സെയിം തന്നെ, രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യണം? കാറ്റഗറി 4 വിഷയങ്ങൾ പഠിക്കുന്നു. 4 to 7 എന്ത് ചെയ്യുന്നു? ആ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം രാത്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഫാമിലി ടൈമാണ്. അതായത് എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ പിന്നെ അനാവശ്യമായിട്ട് പഠിക്കണമെന്നില്ല. രാത്രി സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ദിവസവും രാത്രി നിങ്ങൾ ഓരോ കാറ്റഗറി ആക്കി മാറ്റിയ സബ്ജക്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. നിങ്ങളുടെ ഈ ഓരോ കാറ്റഗറിയിലും വരുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ്, നിങ്ങളുടെ ഓരോ കാറ്റഗറിയിലും വരുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ആ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി നിങ്ങളുടെ സബ്ജക്റ്റുകൾ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നിട്ട് ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ഷെഡ്യൂൾ സെറ്റ്. രാത്രി 10 മണിക്ക് ഉറങ്ങും, 6 മണിക്ക് എണീക്കും. ശനി ഞായർ രാത്രി 10 മണിക്ക് ഉറങ്ങും, 6:30ക്ക് എണീക്കും. എന്നിട്ട് ഈ രീതിയിൽ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ കാറ്റഗറി 1 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, കാറ്റഗറി 2 സബ്ജക്റ്റ് ഏതൊക്കെയാണ്, കാറ്റഗറി 3 സബ്ജക്റ്റ് ഏതൊക്കെയാണ്, നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. അതിനനുസരിച്ച് വേണം ഓരോ ദിവസവും പഠിക്കാം. നിങ്ങൾ ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ മൊത്തം സമയം പഠിക്കരുത്. നിങ്ങൾ 2 സബ്ജക്റ്റെങ്കിലും മിനിമം പഠിക്കാൻ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പകുതി സമയം ഒരു സബ്ജക്റ്റും അടുത്ത പകുതി സമയം വേറെ സബ്ജക്റ്റും പഠിക്കണം. ആ പഠിക്കുന്നതിനിടയിലുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബ്രേക്കായിട്ട് മാറ്റി വെക്കണം. ബ്രേക്കിന് സമയം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു റിസൾട്ട് ഉണ്ടാകാൻ പറ്റും. അപ്പോൾ ഒരു 2 വീക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. 2 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്യുക. ഇതിന് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു 2 വീക്ക് എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു നമ്മുടെ എജുപോഡിൻ്റെ ക്ലാസ് 8 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോ. ആർക്കൊക്കെയാണോ ഒരു ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമുള്ളത് അവർക്കൊക്കെ എന്ത് ചെയ്യുക? ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.